ഖുറൈശി വനിതകളുടെ നേതാവാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ എളാപ്പയായ വറഖത്ത് ഇബ്നു നൗഫലിൽ നിന്നും വേദങ്ങളെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചൊക്കെ പരിചയപ്പെട്ട വനിതയാണ് ഖദീജ. ഒരു കല്യാണ വീട്ടിൽ ഒരു അപരിചിതനായ ഒരാൾ കടന്നു വരുന്നു. അയാൾ വന്നിട്ട് സ്ത്രീകളുടെ ഭാഗത്ത് വന്നിട്ട് പറഞ്ഞു, അന്ത്യപ്രവാചകൻ ഈ നാട്ടിൽ വരാനിരിക്കുന്നു, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാകാൻ പരിശ്രമിച്ചു കൊള്ളുക. എല്ലാവരും ചെരുപ്പ് കൊണ്ടെറിഞ്ഞു, അയാളെ പരിഹസിച്ചു. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഖദീജ മനസ്സുരുകി പ്രാർത്ഥിച്ചു, ആ പ്രവാചകന്റെ പത്നിയാകാൻ എനിക്ക് ഭാഗ്യം ലഭിക്കണേ. അങ്ങനെയാണ് ഖദീജ ബീവിയുടെ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് ആ നാട്ടിലെ ഏവർക്കും സുസമ്മതനായ അൽ അമീൻ എന്ന ചെറുപ്പക്കാരൻ കടന്നു വരുന്നത്. ആദ്യം സിറിയയിലേക്ക് വാണിജ്യ ആവശ്യത്തിനു വേണ്ടി ഈ മുഹമ്മദ് എന്ന അൽ അമീൻ എന്ന ഏവർക്കും ഇഷ്ടമുള്ള ചെറുപ്പക്കാരനെ യാത്ര അയക്കുന്നു. കൂടെ മൈസറത്തിനെയും പറഞ്ഞയച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ മൈസറത്ത് പല അത്ഭുതങ്ങളും കാണുകയാണ്. മുഹമ്മദ് നടക്കുന്ന വഴികളിലെല്ലാം മേഘം തണലിട്ട് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, അങ്ങ് ബുസ്രയുടെ അടുത്തുള്ള ഒരു മരച്ചുവട്ടിൽ മുഹമ്മദ് വിശ്രമിക്കുന്നു. ഇത് കണ്ട നസ്തൂറ എന്ന പുരോഹിതൻ മൈസറത്തിനോട് പറഞ്ഞു, ഈ മരച്ചുവട്ടിൽ ഒരു പ്രവാചകനല്ലാതെ വിശ്രമിക്കുകയില്ല, ഇത് അന്ത്യപ്രവാചകനാണ്. ഈ സന്തോഷങ്ങളും അത്ഭുതങ്ങളുമെല്ലാം മൈസറത്ത് ഖദീജയോട് പങ്കുവെക്കുന്നു. ഖദീജ ബിയുടെ മനസ്സിൽ അന്ത്യപ്രവാചകനെ കുറിച്ചുള്ള മുൻധാരണയും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അടയാളങ്ങളെല്ലാം വലിയ രീതിയിൽ ശക്തിയായി വന്നു. അങ്ങനെയാണ് ഖദീജ ബീവി കുടുംബവുമായി ബന്ധപ്പെട്ട് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. വിവാഹ ദിവസം തന്നെ തൻ്റെ സമ്പാദ്യം മുഴുവൻ തൻ്റെ പ്രിയതമന് മഹദി സമ്മാനിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ ഒരു ജീവിതം ധന്യമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വത്തിൻ്റെ മുമ്പ് തന്നെ നബിയുടെ അടുക്കലുള്ള പ്രവാചകത്വത്തിൻ്റെ അടയാളങ്ങളെ കണ്ട വ്യക്തിത്വമാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ധാരാളം സംഭവങ്ങൾ കാണാൻ കഴിയും. മഹദി തൻ്റെ സമ്പാദ്യം മുഴുവൻ നൽകിക്കൊണ്ടൊരു പിതാവിൻ്റെ സ്ഥാനം മഹദി തന്നെയായിരുന്നു. മാത്രമല്ല, അവിടുന്ന് ഹിറാ ഗുഹയിൽ ആരാധനയ്ക്ക് വേണ്ടി ഏകാന്തനായി ഇരിക്കുന്ന സമയത്ത് ഭക്ഷണം എത്തിച്ചു നൽകിയതും മറ്റെല്ലാം സൗകര്യപ്പെടുത്തിയത് ഖദീജ ബീവിയാണ്. കാരണം ഖദീജ ബീവിക്കറിയാം, ഈ വ്യക്തി ഒരു സാധാരണ വ്യക്തിത്വമല്ല, അന്ത്യപ്രവാചകത്വം ലഭിക്കാനിരിക്കുന്ന, നാളെ നുബുവത്തിന്റെ ഭാരം താണ്ടാനിരിക്കുന്ന മഹത് വ്യക്തിത്വമാണ് എൻ്റെ പ്രിയതമനെന്ന തിരിച്ചറിവ് ഖദീജത്തുൽ കുബ്രക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് 40-ാമത്തെ വയസ്സിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഖ്റ എന്ന വാചകവുമായിട്ട് മാലാക ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. ആ പ്രവാചകത്വത്തിന്റെ ഭാരവുമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയുടെ അടുക്കിലേക്ക് ചെന്നിച്ച് സമ്മിലൂനിയ ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടു ഖദീജ എന്ന് പറയുന്ന വൈകാരികമായ ഒരു സന്ദർഭം പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ആ സമയത്ത് മുത്തുനബിയോട് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ലാ വല്ലാഹി ലൻ യുഖ്സീക അല്ലാഹു അബദ ഇന്നക ലതഹ്മിലുൽ കല്ല വതുഈനു അലാ നവാഇബിൽ ഹഖ്. അങ്ങേ അല്ലാഹു ഒരിക്കലും പ്രയാസപ്പെടുത്തുകയില്ല. അങ്ങ് പ്രയാസമുള്ള ആളുകളെ ഏറ്റെടുക്കുന്നവരാണ്. അങ്ങ് ആളുകളുടെ അവകാശത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരാണ്. അങ്ങ് ജനങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്നവരാണ്. അതുകൊണ്ട് അല്ലാഹു ഒരിക്കലും അങ്ങയെ പ്രയാസപ്പെടുത്തുകയില്ല എന്ന സാന്ത്വനത്തിന്റെ വാക്ക് പറയാനുള്ള ഒരു മാതാവിന്റെ സ്ഥാനം കൂടെ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ മുത്തുനബിയുടെ താങ്ങും തണലുമായി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ജീവിതത്തിലേക്ക് വരിക. തുല്യതയില്ലാത്ത ഒരു വനിതയായി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, യാ മുഅ്മിനി ഔലാദി ആദമ റഹിബു മിൻ സിത്തി നിസ്വാനിൻ ഖദീജത ത്വയ്യിബു മൻ ത്വാബ ത്വാബ ബി ത്വയ്യിബത്തിൻ ത്വാബൽ ഹവാ അൻഹാ റിളാ അദകൻ അലൈഹാ അസ്കിബു. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ധാരാളം മഹത്വങ്ങൾ കോർത്തിണങ്ങിയ മഹദിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യ പത്നിയാണ്. രണ്ടാമത്തത്, മുത്തുനബി ഖദീജ ബീവിയുടെ വഫാത്ത് വരെ മറ്റൊരാളെ വിവാഹം ചെയ്തിട്ടില്ല, ഏക പത്നിയായി തന്നെ നിലകൊള്ളുകയാണ്.
രണ്ടാമത്തത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച വ്യക്തിയാണ്, ആദ്യമായി വിശ്വസിച്ച വനിതയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. നാലാമത്തത് ആ നാട്ടിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ത്രീയായിരുന്നു. അഞ്ചാമത്തത് സ്വർഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ത്രീയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. മാത്രമല്ല അള്ളാഹുവിൻ്റെയും ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെയും സലാം ലഭിച്ച മഹദിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. മാത്രമല്ല ആ സ്വർഗത്തിൽ ഖദീജ ബീവിക്ക് പവിയത്താലും മുത്തിനാലും ഉണ്ടാക്കപ്പെട്ട പവിത്രമായ ഒരു വീട് വാഗ്ദത്തം നൽകപ്പെട്ടിട്ടുണ്ട്. ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, കഅന്നഹു ലം യകുൻ ഫിദ്ദുന്യാ ഇംറഅത്തുൻ ഇല്ലാ ഖദീജ, നബിയെ ഖദീജ അല്ലാതെ മറ്റാരുമില്ല ഈ ദുനിയാവിൽ. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നഹാ കാനത്ത് വകാനത്ത് വകാന ലീ മിൻഹാ വലദ്. ആ ഖദീജ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ഖദീജയിൽ നിന്നാണ് എനിക്ക് കുട്ടികൾ ഉണ്ടായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഖദീജ ബീവിയെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയും പ്രണയിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. മുത്തുനബിയെ ഖദീജ ബീവിയും അതേപോലെ സ്നേഹിച്ചിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി വിട പറഞ്ഞ ആ ഒരു വർഷം അനുഭവിച്ച പ്രയാസം, ആ ഒരു വർഷത്തിന് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നാണ് അറിയപ്പെടുന്നത്.